ആകാശവാണി വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി എൻസിസി, എൻഎസ്എസ് തുടങ്ങി വിവിധ വിഭാഗങ്ങളുമായി ഇന്ന് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. മുഖ്യ അതിഥിയായി പങ്കെടുക്കുന്ന ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബാവോ സുബിയാന്തോ ന്യൂഡൽഹിയിലെത്തി. ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ ഇന്ന് ബീഹാറിലും ഉത്തർപ്രദേശിലും സന്ദർശനം നടത്തും. ലക്നൌവിൽ ഉത്തർപ്രദേശ് സംസ്ഥാന ദിനാഘോഷത്തിലും ഉപരാഷ്ട്രപതി പങ്കെടുക്കും. ദേശീയ നഗര സഹകരണ ധനകാര്യ വികസന കോർപ്പറേഷൻ ഓഫീസ് കേന്ദ്രമന്ത്രി അമിത്ഷാ ഇന്ന് മുംബൈയിൽ ഉദ്ഘാടനം ചെയ്യും. സഹകാർ കൈ സമൃദ്ധിയുടെ ഭാഗമായി വിവിധ പദ്ധതികൾക്ക് തുടക്കമിടും. പെൺകുട്ടികളുടെ അവകാശങ്ങൾ ഉറപ്പാക്കണമെന്ന് ഓർമ്മിച്ച് ഇന്ന് ദേശീയ ബാലികാ ദിനം. കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി ഭരണഘടനാ അഭിമാന ദിന സെമിനാർ ഇന്ന് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. വനിതാ ഹോക്കി ലീഗിൽ ഒഡീഷ വാരിയേഴ്സ് ഫൈനലിൽ. വാർത്തകൾ വിശദമായി. റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. ഇതിന്റെ ഭാഗമായി ഇന്നലെ ഫുൾ ഡ്രസ് റിഹേഴ്സൽ കർത്തവ്യപഥിൽ നടന്നു. സൈന്യത്തിന്റെ മാർച്ച് പാസ്റ്റും സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നിശ്ചല ദൃശ്യങ്ങളും ഉണ്ടായിരുന്നു. കനത്ത സുരക്ഷയാണ് രാജ്യ തലസ്ഥാനത്ത് ഏർപ്പെടുത്തിയിരുന്നത്. റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി എൻസിസി, എൻഎസ്എസ്, യൂത്ത് എക്സ്ചേഞ്ച് പ്രോഗ്രാം കേഡറ്റുകൾ, ടാബ്ലോ കലാകാരന്മാർ, ഗോത്രവിഭാഗ അതിഥികൾ എന്നിവരുമായി ഇന്ന് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. ഭരണഘടനയുടെ 75ാം വാർഷിക ആഘോഷവുമായി ബന്ധപ്പെട്ട് 2 നിശ്ചല ദൃശ്യങ്ങളാണ് റിപ്പബ്ലിക് ദിന പരേഡിൽ അണിനിരക്കുന്നത്. വിവിധ സംസ്ഥാനങ്ങൾ, കേന്ദ്രഭരണ പ്രദേശങ്ങൾ, മന്ത്രാലയങ്ങൾ, വകുപ്പുകൾ എന്നിവയിൽ നിന്നുള്ള 31 നിശ്ചല ദൃശ്യങ്ങളും പരേഡിൽ അണിനിരക്കും. ഗോത്ര നേതാവായിരുന്ന ബിർസ മുണ്ടയുടെയും സർദാർ വല്ലഭായ് പട്ടേലിന്റെയും കാലാവസ്ഥാ വകുപ്പിന്റെയും 150ാം ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് വിവിധ പരിപാടികൾ ഉണ്ടാകും. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 300 കലാകാരന്മാർ പരേഡിൽ വിവിധ പരിപാടികൾ അവതരിപ്പിക്കും. റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കാൻ കേരളത്തിൽ നിന്നും അവസരം ലഭിച്ച അമ്പലപ്പുഴ സ്വദേശിയും SNM ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിയുമായ ഹരികൃഷ്ണൻ ആകാശവാണി വാർത്തകളോട്. കേന്ദ്ര സർക്കാർ നടത്തിയ നാഷണൽ മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് പരീക്ഷയിൽ ഞാൻ സെലക്ട് ചെയ്യപ്പെട്ടിരുന്നു. ഈ സ്കോളർഷിപ്പാണ് എന്നെ റിപ്പബ്ലിക് ദിന പരേഡ് എന്ന അത്യപൂർവമായ വേദിയിലേക്ക് എത്തിച്ചത്. വളരെ കാലം കൊണ്ട് സ്വപ്നം കൊണ്ട ഒരു വേദിയാണ് റിപ്പബ്ലിക് ദിന പരേഡ്. അവിടെ ചെല്ലണം, അത് കാണണം. റിപ്പബ്ലിക് ദിന വേദി എങ്ങനെയാണ് ചടങ്ങുകളൊക്കെ നടക്കുന്നത്, വളരെ കാലം കൊണ്ടൊരു സ്വപ്നമാണ്. അത് സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞതിൽ ഞാൻ വളരെയധികം അഭിമാനം കൊള്ളുന്നു. അതോടൊപ്പം എന്നെ ഈ വേദിയിലേക്ക് ക്ഷണിച്ച ഡിഫൻസ് മിനിസ്ട്രിക്കും അതോടൊപ്പം കേന്ദ്ര സർക്കാരിനും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. 76ാം റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്ന ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബാവോ സുബിയാന്തോ ന്യൂഡൽഹിയിലെത്തി. വിദേശകാര്യ സഹമന്ത്രി പബിത്ര മാർഗരീത്ത അദ്ദേഹത്തെ വിമാനത്താവളത്തിൽ സ്വീകരിച്ചു. 4 ദിവസത്തെ സന്ദർശനത്തിനിടെ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് രാഷ്ട്രപതി ദ്രൌപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, വിദേശകാര്യമന്ത്രി S ജയശങ്കർ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തും. രാഷ്ട്രപതി ഭവനിൽ പ്രബാവോ സുബിയാന്തോയ്ക്ക് ആചാരപരമായ വരവേൽപ്പ് നൽകും. ഉഭയകക്ഷി ബന്ധം, ആഗോള മേഖലാതല വിഷയങ്ങൾ തുടങ്ങിയവയിൽ ചർച്ച നടക്കും. ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ ഇന്ന് ബീഹാറിലും ഉത്തർപ്രദേശിലും സന്ദർശനം നടത്തും. ഭാരതരത്ന ശ്രീ കർപ്പൂരി താക്കൂറിന്റെ 101ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് ബീഹാറിലെ സമസ്തിപൂരിൽ നടക്കുന്ന ചടങ്ങിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. ലക്നൌവിൽ ഉത്തർപ്രദേശ് സംസ്ഥാന ദിനാചരണത്തിലും ഉപരാഷ്ട്രപതി പങ്കെടുക്കും. ദേശീയ നഗര സഹകരണ ധനകാര്യ വികസന കോർപ്പറേഷൻ ഓഫീസ് കേന്ദ്രമന്ത്രി അമിത്ഷാ ഇന്ന് മുംബൈയിൽ ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സഹകാർ കാ സമൃദ്ധി എന്ന കാഴ്ചപ്പാടിന്റെ ഭാഗമായുള്ള വിവിധ പദ്ധതികൾക്ക് അദ്ദേഹം തുടക്കം കുറിക്കും. 2025 അന്താരാഷ്ട്ര സഹകരണ വർഷമായി ആചരിക്കുന്നതിന് മുന്നോടിയായുള്ള വാർഷിക കലണ്ടറും ശ്രീ അമിത്ഷാ പ്രകാശനം ചെയ്യും. പുതുതായി രൂപീകരിക്കുന്ന 10,000 വിവിധോദ്ദേശ സഹകരണ സൊസൈറ്റികളുടെ പരിശീലന പരിപാടിക്കും കേന്ദ്രമന്ത്രി തുടക്കം കുറിക്കും. കേന്ദ്ര ബജറ്റ് തയ്യാറാക്കൽ പ്രക്രിയയുടെ അവസാനഘട്ടത്തിൽ ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ നേതൃത്വത്തിൽ ഇന്ന് ന്യൂഡൽഹിയിൽ ഹൽവ ചടങ്ങ് നടക്കും. ചടങ്ങിൽ ധനകാര്യ സഹമന്ത്രി പങ്കജ് ചൌധരിയും സെക്രട്ടറിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും പങ്കെടുക്കും. അടുത്ത മാസം 1-നാണ് കേന്ദ്ര ബജറ്റ്. പെൺകുട്ടികളുടെ അവകാശങ്ങൾ ഉറപ്പാക്കണമെന്ന് ഓർമ്മിച്ച് ഇന്ന് ദേശീയ ബാലികാ ദിനം. ഉജ്ജ്വലമായ ഭാവിക്കായി പെൺകുട്ടികളെ ശാക്തീകരിക്കുക എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. രാജ്യത്ത് പെൺകുട്ടികൾ നേരിടുന്ന അസമത്വങ്ങളെക്കുറിച്ച് പൊതു അവബോധം സൃഷ്ടിക്കുന്നതിനായി കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയമാണ് 2008 ജനുവരി 24 മുതൽ ദേശീയ ബാലികാ ദിനാചരണത്തിന് തുടക്കമിട്ടത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ഇന്ത്യയുടെ
സാമ്പത്തിക വളർച്ച 6%-നും 8%-നും ഇടയിലായിരിക്കുമെന്ന് വാർത്താവിതരണ പ്രക്ഷേപണ വകുപ്പ് മന്ത്രി അശ്വിനി വൈഷ്ണവ്. പണപ്പെരുപ്പം വരും വർഷങ്ങളിൽ നിയന്ത്രണ വിധേയമായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സ്വിറ്റ്സർലൻഡിന്റെ ദാവോസിൽ ടെലിവിഷൻ ചാനലിനോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. അർദ്ധചാലക ഉൽപാദനത്തിൽ വരും വർഷങ്ങളിൽ ഇന്ത്യ ലോകത്തെ ആദ്യ 3 രാജ്യങ്ങളുടെ പട്ടികയിൽ എത്തുമെന്നാണ് കരുതുന്നത്. ഐടി മേഖലയിൽ നിർമ്മിത ബുദ്ധി രംഗത്തും ഇന്ത്യയ്ക്ക് മികവ് കാട്ടാനാകുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. നിക്ഷേപത്തിന് അനുയോജ്യമായ രാജ്യമാണ് ഇന്ത്യയെന്നും വ്യാപാര നികുതി ലളിതവൽക്കരിക്കുന്നതിന് സർക്കാരിന്റെ പ്രധാന അജണ്ടയാണെന്നും അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. India has a very well thought through economic strategy at this point of time for the last many years now. The strategy is based on 4 pillars. Pillar number 1 is public investment in social, physical and digital infrastructure. Pillar number 2 is a lot of focus on technology, manufacturing and innovation. Pillar number 3 is inclusive growth. We have a very diverse society. Pillar number 4 is simplification. കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി ഭരണഘടനാ അഭിമാന ദിന സെമിനാർ ഇന്ന് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. വൈകുന്നേരം 4 മണിക്ക് തമ്പാനൂരിലാണ് പരിപാടി. പുരുഷ ഹോക്കി ലീഗിൽ തമിഴ്നാട് ഡ്രാഗൺസ് ഹൈദരാബാദ് തുഫാൻസിനെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ പരാജയപ്പെടുത്തി. നിശ്ചിത സമയത്ത് 2-2 എന്ന സ്കോറിനാണ് തുല്യത പാലിച്ചതിനെ തുടർന്ന് 4-3 എന്ന സ്കോറിനാണ് പെനാൽറ്റി ഷൂട്ടൌട്ടിൽ തമിഴ്നാട് ഡ്രാഗൺസ് വിജയിച്ചത്. അതേസമയം വനിതാ ഹോക്കി ലീഗിൽ റാഞ്ചിയിലെ മത്സരത്തിൽ ഡൽഹി SG പേപ്പേഴ്സ് 3-2 എന്ന സ്കോറിന് ഒഡീഷ വാരിയേഴ്സിനെ തോൽപ്പിച്ചു. ISL ഫുട്ബോളിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ ജംഷഡ്പൂരിനെ പരാജയപ്പെടുത്തി ഹൈദരാബാദിന് ജയം. 3-2 എന്ന സ്കോറിനാണ് ഹൈദരാബാദ് വിജയിച്ചത്. ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാളിനെ നേരിടും. വൈകുന്നേരം 7:30-ന് കൊൽക്കത്തയിലാണ് മത്സരം. മലപ്പുറം ഊർങ്ങാട്ടീരിയിൽ കിണറ്റിൽ വീണ ആനയെ രക്ഷപ്പെടുത്തി. 21 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ആനയെ ഇന്നലെ രാത്രി 10 മണിയോടെ രക്ഷപ്പെടുത്തിയത്. JCB ഉപയോഗിച്ച് കിണർ പൊളിച്ച് വഴിയൊരുക്കിയാണ് ആനയെ കരക്കെത്തിച്ചത്. പ്രദേശത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരുന്നു. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഊർജിതമാക്കി രാഷ്ട്രീയ പാർട്ടികൾ. BJPയും കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും ഉൾപ്പെടെയുള്ള പാർട്ടികൾ റോഡ് ഷോകളും റാലികളും പൊതുയോഗങ്ങളുമായി സജീവമാണ്. മുതിർന്ന BJP നേതാവും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയുമായ യോഗി ആദിത്യനാഥ്, BJP ദേശീയ അധ്യക്ഷനും കേന്ദ്രമന്ത്രിയുമായ JP നദ്ദ, ആം ആദ്മി പാർട്ടി കൺവീനർ അരവിന്ദ് കെജ്രിവാൾ തുടങ്ങിയ പ്രമുഖർ ഇന്നലെ വിവിധ പൊതുയോഗങ്ങളിലും റാലികളിലും പങ്കെടുത്തു. പ്രതിരോധ ചെലവ് വർദ്ധിപ്പിക്കാൻ നാറ്റോ രാജ്യങ്ങളോട് ആവശ്യപ്പെട്ട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ദാവോസിലെ ലോക സാമ്പത്തിക ഫോറത്തിലാണ് ട്രംപ് നിലപാട് അറിയിച്ചത്. നാറ്റോ രാജ്യങ്ങൾ പ്രതിരോധത്തിനായി ചെലവഴിക്കുന്ന തുക മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിന്റെ 5% ഉയർത്തണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. പശ്ചിമേഷ്യയിലെ വെടിനിർത്തൽ ചർച്ചകൾ ഉൾപ്പെടെ വിവിധ അന്താരാഷ്ട്ര വിഷയങ്ങളെക്കുറിച്ചും ട്രംപ് സംസാരിച്ചു. എണ്ണവില കുറയ്ക്കാൻ സൌദി അറേബ്യയോടും US പ്രസിഡന്റ് ആഹ്വാനം ചെയ്തു. ഖേലോ ഇന്ത്യ ശീതകാല ഗെയിംസ് 2025-ന് ലഡാക്കിലെ ലേയിൽ തുടക്കം. ഖേലോ ഇന്ത്യ ശീതകാല ഗെയിംസിന്റെ ആദ്യഘട്ടം ലഡാക്കിൽ ഈ മാസം 23 മുതൽ 27 വരെയാണ്. രണ്ടാം ഘട്ടം ജമ്മുകാശ്മീരിൽ ഫെബ്രുവരി 22 മുതൽ 25 വരെയും സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുള്ള 400-ലധികം കായിക താരങ്ങൾ മത്സരങ്ങളിൽ പങ്കെടുക്കും. 5ാമത് ഖേലോ ഇന്ത്യ ശീതകാല ഗെയിംസിൽ പങ്കെടുക്കുന്ന കായിക താരങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസ അറിയിച്ചു. സാമൂഹ്യ മാധ്യമത്തിലൂടെയാണ് പ്രധാനമന്ത്രി ആശംസ അറിയിച്ചത്. ദേശീയ സ്കൂൾ ബാൻഡ് മത്സരം 6.2 ഗ്രാൻഡ് ഫിനാലെ ന്യൂഡൽഹിയിലെ മേജർ ധ്യാൻചന്ദ് നാഷണൽ സ്റ്റേഡിയത്തിൽ ഇന്ന് നടക്കും. നാളെയാണ് സമാപിക്കുക. വിദ്യാഭ്യാസ മന്ത്രാലയം പ്രതിരോധ മന്ത്രാലയവുമായി ചേർന്ന് ഗ്രാൻഡ് ഫിനാലെ സംഘടിപ്പിക്കുന്നത്. സംസ്ഥാനതല മേഖലാതല മത്സരങ്ങളിലൂടെ കടന്നുവന്ന 13 ടീമുകളാണ് ഫിനാലെയിൽ പങ്കെടുക്കുന്നത്. 13 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 16 ടീമുകളാണ് ഫിനാലെയിൽ പങ്കെടുക്കുന്നത്. ഇത്തവണ ആദ്യമായി 3 സർക്കാർ വിദ്യാലയങ്ങളിൽ നിന്നുള്ള വിദ്യാലയങ്ങൾക്ക് റിപ്പബ്ലിക് ദിനാഘോഷ പരേഡിൽ പങ്കെടുക്കാൻ അവസരമുണ്ട്. ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ നടക്കുന്ന മഹാകുംഭമേളയിൽ പങ്കെടുക്കാൻ വലിയ തോതിൽ തീർത്ഥാടകരെത്തുന്നു. ഇതുവരെ 10,21,000-ലധികം തീർത്ഥാടകർ ത്രിവേണി സംഗമത്തിൽ സ്നാനം ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി NCC, NSS തുടങ്ങി വിവിധ വിഭാഗങ്ങളുമായി ഇന്ന് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. മുഖ്യ അതിഥിയായി പങ്കെടുക്കുന്ന ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബാവോ സുബിയാന്തോ ന്യൂഡൽഹിയിലെത്തി. ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ ഇന്ന് ബീഹാറിലും ഉത്തർപ്രദേശിലും സന്ദർശനം നടത്തും. ലക്നൌവിൽ ഉത്തർപ്രദേശ് സംസ്ഥാന ദിനാഘോഷത്തിലും ഉപരാഷ്ട്രപതി പങ്കെടുക്കും. ദേശീയ നഗര സഹകരണ ധനകാര്യ വികസന കോർപ്പറേഷൻ ഓഫീസ് കേന്ദ്രമന്ത്രി അമിത്ഷാ ഇന്ന് മുംബൈയിൽ ഉദ്ഘാടനം ചെയ്യും. സഹകാർ കൈ സമൃദ്ധിയുടെ ഭാഗമായി വിവിധ പദ്ധതികൾക്ക് തുടക്കമിടും. പെൺകുട്ടികളുടെ അവകാശങ്ങൾ ഉറപ്പാക്കണമെന്ന് ഓർമ്മിച്ച് ഇന്ന് ദേശീയ ബാലികാ ദിനം. കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി ഭരണഘടനാ അഭിമാന ദിന സെമിനാർ ഇന്ന് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. വനിതാ ഹോക്കി ലീഗിൽ ഒഡീഷ വാരിയേഴ്സ് ഫൈനലിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:30-ന്.